നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഏതായാലും +1 ഇംപ്രൂവ്മെന്റ് ഇന്നലെ വന്നതിന് ശേഷം ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം +1 ഇംപ്രൂവ്മെന്റിൽ ഒരുപാട് കുട്ടികൾ കേരളത്തിൽ തോറ്റിട്ടുണ്ട്. ഈ തോറ്റ കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ പാലക്കാട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാച്ചിൽ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചതിൽ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഗൗരി നന്ദന എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒറ്റ മാർക്കേ ഉള്ളായിരുന്നു ഫിസിക്സിന്. ആ ഒറ്റ മാർക്കിൽ 53 മാർക്കായിട്ട് മാറ്റി. ഇതിപ്പം അധ്യാപകർ മെടുക്ക് മാത്രമല്ല, നമ്മൾ നല്ല ക്ലാസ്സും നല്ല നോട്ട്സും എല്ലാം കൊടുത്താൽ ആ കുട്ടി പഠിക്കണം. ഇപ്പം ഫയസ് എന്ന് പറഞ്ഞ പയ്യന് മാത്സിന് 4 മാർക്കേ ഉള്ളായിരുന്നു. ആ 4 മാർക്കിൽ നിന്ന് 51 മാർക്കാക്കി. ഡബിൾ പാസ് അല്ല, ഒരു A+ ഗ്രേഡിലോട്ടൊക്കെ ഉയർത്തി. എന്നിട്ട് ആർക്ക് വേണമെങ്കിലും പഠിച്ചാൽ അടിപൊളി മാർക്ക് മേടിക്കാൻ അവിടെ. അതിനകത്ത് യാതൊരു ടെൻഷനും വേണ്ട. ഇനി +1 നമ്മള് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു. നിങ്ങൾക്ക് +2ലും ഈ വരുന്ന റെഗുലർ +2ലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ +2ന്റെ സേ എഴുതാം. ആ +2ന്റെ സേ എഴുതുമ്പം നിങ്ങൾക്ക് മാക്സിമം മാർക്ക്, നല്ല മാർക്ക്, ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ല മാർഗം അതാണ്. ഇപ്പോഴേ പഠിച്ചും തുടങ്ങിയാൽ ഉറപ്പായിട്ട്, ഇപ്പം നമ്മുടെയൊക്കെ ആണെങ്കിൽ ക്ലാസ് കേട്ടിട്ടൊരു 1% പോലും കുട്ടികൾ ഫെയിൽ ആകുന്നില്ല. അത് കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. അത്രയും എല്ലാവരും മിനിമം ഡബിൾ പാസ് മാർക്കെങ്കിലും മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ 2026 ജൂണിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാം. മാത്രമല്ല ഒരു വർഷവും നിങ്ങൾക്ക് അതിനകത്ത് നഷ്ടപ്പെടത്തില്ല. മാക്സിമം എഫേർട്ട് എടുക്കുക. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെല്ലാം റെഡിയാണ്. ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ്ആപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഇട്ടാൽ മാത്രം മതി. തിങ്കളാഴ്ച പുത്തൻ ബാച്ച് തുടങ്ങും. നിങ്ങൾക്ക് ചേരാം. ഒരു കുട്ടിയും തോക്കത്തില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി. നിങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ടെൻഷൻ വേണ്ട. പക്ഷെ പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. സിലബസ് മാറുകയാണ്. അടുത്ത വർഷം മുതൽ +1ന്റെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് മാറുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പിടിച്ചേ കേട്ടതില്ല. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.